Hi students, welcome back. മക്കളെ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എക്സസൈസ് 2.3 ആണ്, +2 ഫിസിക്സ് ആണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അത് ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നടാ, 2 ചാർജസ് 2 മൈക്രോ കൂളോം ആൻഡ് -2 മൈക്രോ കൂളോം ആർ പ്ലേസ്ഡ് അറ്റ് പോയിന്റ്സ് എ ആൻഡ് ബി 6 സെൻറ്റിമീറ്റർ എപ്പാർട്ട്. രണ്ട് ചാർജുകളുണ്ട്, ഒരാൾ +2 ആണ്, മൈക്രോ കൂളോം ആണ്, മറ്റൊരാൾ -2 മൈക്രോ കൂളോം. ഇവർ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് 6 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് അപ്പാർട്ടാണ്. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഐഡൻറ്റിഫൈ എൻ ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ, ഇക്യു പൊട്ടൻഷ്യലാണ് കളിക്കുന്നത്. ഓക്കെ, ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ് ഓഫ് ദ സിസ്റ്റം എന്നാണ് ആദ്യം പറയുന്നത്. രണ്ടാമത്, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എവരി പോയിന്റ് ഓൺ ദിസ് സർഫേസ്. അതായത് ഇക്യു പൊട്ടൻഷ്യൽ സർഫേസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു തിയറി കോൺസെപ്റ്റ് ആണ്, ന്യൂമറിക്കലൊന്നും അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വരച്ചിട്ട് തന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം വേണ്ട ഇക്യു പൊട്ടൻഷ്യൽ എന്താണെന്നല്ലേ, ഇക്യു പൊട്ടൻഷ്യൽ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ചെയ്യാം മക്കൾ. അപ്പോൾ അതിൽ എ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഇക്യു പൊട്ടൻഷ്യൽ സർഫേസിൻ്റെ ഡയറക്ഷൻ എന്താണ്, ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ് ഐഡൻറ്റിഫൈ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഒന്ന് ജസ്റ്റ് ഒന്ന് പിക്ചറൈസ് ചെയ്യണം ഞാൻ. ഓക്കെ, നമുക്കൊന്ന് കുറച്ച് താഴെ വരക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർജുകൾ ആരൊക്കെയാണ്, രണ്ട് പോയിന്റുകളുണ്ട്, ലൈൻ ജോയിനിങ് ആയിട്ട് രണ്ട് പോയിന്റുകളുണ്ട്, എ ആൻഡ് ബി ആണ്. എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മൈക്രോ കൂളോം ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നു. മറ്റാൾ നേരെ ഓപ്പോസിറ്റ് ചാർജാണ്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്, ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ ലൈൻ ജോയിനിങ് എ മുതൽ ബി വരെയുള്ള ആ ലൈൻ എ ബിക്ക് പ്ലെയിൻ എന്ന് ഒരു പ്ലെയിൻ ഉണ്ടാവും. അത് നമ്മൾ 2 ഡയമെൻഷണൽ സർഫേസ് ആണ് ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ്. ആ സർഫേസിൽ എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് ഇക്യു പൊട്ടൻഷ്യൽ എന്താണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തായിരിക്കും മക്കളെ, സെയിം ആയിരിക്കും അല്ലേ. ഇതാണ് ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ് എങ്കിൽ ഇവിടുത്തെ എല്ലാ പോയിന്റിലെയും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തായിരിക്കും മക്കളെ, സെയിം ആയിരിക്കും. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ വരച്ച് ചോദിച്ചാൽ ഒന്നുമില്ലടാ, ഈ ലൈൻ എ ബിക്ക് ഇവൻ എപ്പോഴും എന്തായിരിക്കും, നോർമൽ ആയിരിക്കും. എന്താണ് നമ്മൾ ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ്, പ്ലെയിൻ ഈസ് നോർമൽ ടു ലൈൻ എ ബി ആണ് നമുക്ക് ഈ കേസിൽ വേണമെങ്കിൽ പറയാം. ഓക്കെ, അതുപോലെ തന്നെ വേണമെങ്കിൽ ചോദിക്കാം, സാറേ നമുക്ക് ഇവിടെ വരച്ചുകൂടായിരുന്നോ, ഇങ്ങനെ വരച്ചുകൂടെ, ഇവിടെ വരച്ചുകൂടായിരുന്നോ, കാരണം ഇതൊക്കെ പ്ലെയിൻ നോർമൽ ടു ലൈൻ എ ബി അല്ലേ. പിന്നെ ഏകദേശം എന്തിനാണ് മിഡ് പോയിന്റിൽ ഞാൻ വരച്ചത്, മിഡ് പോയിന്റിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. എന്തിനാണ് സാർ ഈ മിഡ് പോയിന്റ് ആയിട്ട് ഈ സംഭവം വരച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാളുടെയും മാഗ്നിറ്റ്യൂഡ് എന്താണ് ഇവിടെ, രണ്ടാൾ, അതായത് ഇങ്ങനെ വീണ്ടും മാറ്റി കാണിച്ചു തരാം, എ ആൻഡ് ബി ആണ്. ഓക്കെ, 2 മൈക്രോ കൂളോം ആൻഡ് ദിസ് വൺ -2 മൈക്രോ കൂളോം ആണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം മിഡ് പോയിന്റ് ഇവിടെയുള്ള പോയിന്റിലാണ് ഞാനിവിടെ പ്ലെയിൻ വരച്ചിരിക്കുന്നത്. ഇത് ഉള്ളിലോട്ട് പോയതാണ് കേട്ടോ. ഓക്കെ, ഇത് ഉള്ളിലോട്ട് പോയത് കാണിച്ചു തരാൻ പറ്റില്ല, അല്ലാണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല, ഇതിൻ്റെ സ്ക്രീനിൻ്റെ ഉള്ളിലോട്ട് പോയ സംഭവമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ വെച്ച് വെച്ചാൽ മിഡ് പോയിന്റിലാണ് വെച്ചിരിക്കുന്നത്. മിഡ് പോയിന്റിലാണ് ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ് ഉണ്ടാവുക. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാളുടെയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജസ് എന്താണ് മക്കളെ, സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ് ഉണ്ടാവുക അതിൻ്റെ മിഡ് പോയിന്റിലായിരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ് എന്താ പറയുക, ഇറ്റ് ഈസ് ദ പ്ലെയിൻ. ഇവിടെ ഈ കേസിൽ പ്ലെയിൻ ഈസ് നോർമൽ ടു ലൈൻ എ ബി ആണ്. ലൈൻ എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ പ്ലെയിൻ ഉള്ളത്. എന്ന് മാത്രമല്ല, ദ പ്ലെയിൻ ഈസ് പ്ലേസ്ഡ് എവിടെയാണ് വെച്ചിരിക്കുന്നത്, ടു ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ എ ബി. എ ബി എന്ന് പറയുന്ന ആ ലൈൻ എ ബിയുടെ മിഡ് പോയിന്റിലാണ് ഞാൻ ആ പ്ലെയിൻ വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ, അത് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ, ഇത് എ ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ബി പാർട്ട്. വളരെ സിമ്പിളാണ്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും. നമുക്കറിയാം, ഇക്യു പൊട്ടൻഷ്യൽ സർഫേസും ഇത് നല്ലൊരു കോൺസെപ്റ്റാണ്. ഇക്യു പൊട്ടൻഷ്യൽ സർഫേസിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേലും ഉണ്ടാവുക. അപ്പോൾ അത് വേണമെങ്കിൽ ചോദിക്കാം, നേരെ തിരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നൂടെ സാറേ, നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് ആയിക്കോട്ടെ, ഇതും പെർപെൻഡിക്കുലർ തന്നെയാണല്ലോ. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്താണ്, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണെന്ന് മാത്രമല്ല, ഇൻ ലൈൻ എ ബി ആണ്. അതായത് ഇങ്ങോട്ടേക്കല്ലേ ലൈൻ എ ബി വരെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ലേ, അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ലൈൻ എ ബിക്ക് ലൈൻ എ ബി എന്ന് പറയുന്ന ഡയറക്ഷൻ ആയിട്ടാണ് എന്ത് വരിക, പെർപെൻഡിക്കുലർ വരിക. അപ്പോൾ എ ബി ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ് ഇങ്ങനെയുണ്ട്, ഇവനക്ക് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ എ മുതൽ ബി വരെയാണ്. ദിസ് ഈസ് എ ആൻഡ് ബി. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് ആരുണ്ടാവുക, കാരണം പോസിറ്റീവ് ചാർജ് ഇവിടെ അല്ലേ ഉള്ളത്. അതാണ് സംഭവം, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കല്ലേ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. അങ്ങനെ ചിന്തിച്ചാലും മതിയാകും. അപ്പോൾ ഇക്യു പൊട്ടൻഷ്യൽ സർഫേസിൽ നിന്നും നമ്മൾ ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ് അറിയുമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടേക്കായിരിക്കും, അല്ലെങ്കിൽ ഇക്യു പൊട്ടൻഷ്യൽ സർഫേസിനുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക് ഫീൽഡ് മേക്കുന്ന ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രി ആണ്. അതായത് ഇലക്ട്രിക് ഫീൽഡും ഇക്യു പൊട്ടൻഷ്യൽ സർഫേസും ഓൾവേസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു തിയറി കോൺസെപ്റ്റാണ്, പക്ഷേ നല്ലൊരു കോൺസെപ്റ്റാണ് അതുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ്, ഈ സിസ്റ്റത്തിൻ്റെ ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ് എവിടെയായിരിക്കും, അത് നമ്മൾ ലൈൻ ജോയിനിങ്ങിൽ മിഡ് പോയിന്റ് ആണ് വരിക എന്നുള്ള കേസ് പറഞ്ഞു. കാരണം രണ്ട് ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ മിഡ് പോയിന്റിൽ വരച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്താണ്, ഇക്യു പൊട്ടൻഷ്യൽ സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആരുണ്ടാവുക, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ്. ഇൻ ദ ലൈൻ എ ബി എന്ന്
ചോദിക്കാം, അല്ലെങ്കിൽ ഇക്വി പൊട്ടൻഷ്യൽ സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക എന്നുള്ള കാര്യം. പിന്നെ എ ടു ബി ആണ് കേട്ടോ ഡയറക്ഷൻ, ഇങ്ങനെയല്ല വരിക, എ ടു ബി ആണ്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ വെക്ടർ ക്വാണ്ടിറ്റി ആണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സസൈസ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.3 +2 ഫിസിക്സ്. അപ്പോൾ മോശം അതൊരു കോൺസെപ്റ്റ് ആണ്, ഇക്വി പൊട്ടൻഷ്യൽ സർഫേസും ഇലക്ട്രിക് ഫീൽഡും ലിങ്ക് ചെയ്തിട്ട്, കാരണം ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണല്ലോ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ന്യൂമറിക്കൽ ഒന്നുമല്ല, നല്ലൊരു തിയറി, നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള തിയറിയാണ്. അപ്പോൾ ഇതൊക്കെ നോർമലി നല്ലോണം പഠിച്ചൊരു കുട്ടിക്കാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ വേൾഡ് നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കുക, ഇതിനപ്പുറം ഒന്നും വരാനില്ല. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ കോമ്പറ്റീവ് എക്സാമിന് നമുക്കിത് പ്രതീക്ഷിക്കാവുന്ന ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻ തന്നെ പറയേണ്ടത്. പക്ഷേ കുറേ ഒന്നും ചെയ്യാനില്ല, പക്ഷേ നമുക്ക് നെഗറ്റീവ് ഒക്കെ അടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കും. എന്നാൽ ഡൗട്ട് ആണ് വിഷ്വൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് എക്സസൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മക്കളെ. ഓക്കെ, താങ്ക് യു.